നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധമുഖത്ത് മറ്റൊരു വഴിത്തിരിവിലേക്ക് യുദ്ധം എത്തുകയാണ്. ഇറാൻ ആക്രമണം ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ യുദ്ധമുഖങ്ങളിൽ ഏറ്റവും കരുത്തരായിട്ടുള്ള 2 യുദ്ധവിമാനങ്ങളെ ഇപ്പോൾ ഇറാൻ നിഷ്കരുണം വെടിവെച്ച് വീഴ്ത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ പ്രത്യാക്രമണത്തിൽ ഇപ്പോൾ 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തകർത്തിട്ട ആ 2 യുദ്ധവിമാനങ്ങളിൽ 2 പൈലറ്റുമാരെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് രക്ഷപ്പെടുത്തിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മൂന്നാമതൊരു പൈലറ്റിനെ ഇറാൻ പിടികൂടിയതായും അല്ലെങ്കിൽ ഇറാന്റെ മണ്ണിൽ വെച്ച് നഷ്ടപ്പെട്ടതായും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ മൂന്നാമത്തെ പൈലറ്റിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം അമേരിക്കയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ കാണാതായ പൈലറ്റിനായി അമേരിക്കൻ സേനയും ഇറാൻ അധികൃതരും തമ്മിൽ ഒരു പോരാട്ടം തന്നെ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എങ്ങാനും ഇറാന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഗതി എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അമേരിക്കയുടെ A-10 വാർത്ത് ഹോഗ്, F-15E സ്ട്രൈക്ക് ഈഗിൾ എന്നീ വിമാനങ്ങളാണ് ഇറാൻ ഇപ്പോൾ വെടിവെച്ചിട്ടിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിന് സമീപം തകർന്നു വീണ A-10 വിമാനത്തിലെ പൈലറ്റിനെയാണ് US സുരക്ഷാ സേന കണ്ടെത്തി സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റിയത്. എന്നാൽ പർവ്വത പ്രദേശമായ തെക്കൻ ഇറാനിലെ കോഹ്കിലിയ ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ വീണ F-15E വിമാനത്തിലെ പൈലറ്റിനെ കുറിച്ചാണ് ഇതുവരെ വിവരമൊന്നുമില്ലാത്തത്. എന്നാൽ ഇറാൻ ഈ പൈലറ്റിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് വലിയൊരു സമ്മാനം, വലിയൊരു പാരിതോഷികം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ തെക്ക് പടിഞ്ഞാറൻ ഇറാനിൽ തകർന്നു വീണ F-15E വിമാനത്തിലുണ്ടായിരുന്ന സഹ പൈലറ്റിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ പൈലറ്റ് ജീവനോടെയുണ്ടോ, അതോ ഇറാൻ പിടികൂടി കഴിഞ്ഞു ഇതിനോടകം, അതോ ഇപ്പോഴും ആ തകർന്നു വീണ പ്രദേശത്ത് തന്നെ ഒളിവിലാണോ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും തന്നെയില്ല. അമേരിക്കയുടെ ഒരു സ്പെഷ്യൽ വിഭാഗവും ഇറാന്റെ സൈന്യവും ഇപ്പോൾ ആ പൈലറ്റിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൈലറ്റുമാരെ കണ്ടാൽ ഉടൻ വെടിവെച്ചിടാനോ പിടികൂടാനോ ആണ് ഇറാൻ പ്രദേശവാസികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റേഡിയോ വഴിയാണ് ഇറാൻ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശത്രുക്കളുടെ സൈന്യത്തെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും പ്രതിഫലം നൽകുമെന്നാണ് ഒരു ഇറാനിയൻ ഗവർണർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ഇറാനിൽ വിമാനം തകർന്നു വീണ സ്ഥലത്തിനടുത്തുള്ള പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. US F-15E ജെറ്റ് വിമാനമാണ് തകർന്ന് വീണതിലൊന്ന്. വ്യോമസേനയുടെ യുദ്ധവിമാനമായ F-15E സ്ട്രൈക്ക് ഈഗിളിൽ ഒരു പൈലറ്റും ആയുധ സംവിധാനം ഓഫീസറുമാണ് ഉണ്ടാവുക. ഇവരിൽ ആരെയാണ് രക്ഷപ്പെടുത്തിയതെന്ന് വ്യക്തമല്ല. A-10 വാർത്തോഗ് ഫൈറ്റർ വിമാനമാണ് ഇറാൻ വെടിവെച്ചിട്ടതിൽ രണ്ടാമത്തേത്. കുവൈറ്റിലാണ് ഇത് തകർന്നു വീണത്. പൈലറ്റ് പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. കാണാതായിട്ടുള്ള പൈലറ്റിനായുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഇറാൻ ആക്രമിച്ചു. അതായത് തെരച്ചിൽ നടത്തുന്ന ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്തേക്ക് കടന്നതിനാൽ വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. തകർന്ന വിമാനങ്ങളെ കുറിച്ച് US ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇത് യുദ്ധമാണെന്നും വിമാനങ്ങളെ ലക്ഷ്യം വെച്ചത് അമേരിക്കയുടെ A-10 യുദ്ധവിമാന ഹോർമുസ് കടലിടുക്കിനടുത്ത് വെടിവെച്ചിട്ടതായും ഇറാൻ തസ്ലീം വാർത്താ ഏജൻസികൾ ഉദ്ധരിച്ച് അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമുസിലെ തന്ത്രപ്രധാനമായ സ്ഥലമായ തെക്കൻ സമുദ്ര പരിധിയിൽ വെച്ചാണ് വിമാനം വെടിവെച്ചിട്ടതെന്നും ഇറാൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. പൈലറ്റ് രക്ഷപ്പെട്ടു. അതേസമയം രാജ്യാന്തര ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കരയുദ്ധത്തിന് പ്രാപ്തവും വ്യോമദൗത്യങ്ങളെ സഹായിക്കുന്നതിനുമായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളാണ് അമേരിക്കയുടെ A-10 കവചിത വാഹനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഫലപ്രദമായ ആക്രമണം നടത്താൻ സഹായിക്കുന്ന തരം വിമാനമാണിത്. ആ വിമാനത്തിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിട്ട് അത് വെടിവെച്ച് വീഴ്ത്തിയിട്ടിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്ന
48 മണിക്കൂർ തികയും മുമ്പെയാണ് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പരിഹാസവും ഇങ്ങനെയാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ബാലിബാഫ് അമേരിക്കയും പരിഹസിച്ചു. അതായത് ഭരണമാറ്റം ലക്ഷ്യമിട്ട് യുദ്ധം തുടങ്ങിയവർ ഇപ്പോൾ പൈലറ്റുമാരെ കണ്ടെത്താൻ അപേക്ഷിക്കുന്ന നിലയിലേക്ക് തരം താഴ്ന്നുവെന്നാണ് ഇപ്പോൾ ഇറാൻ തന്നെ അമേരിക്കയെ പരിഹസിച്ചുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ട്രംപിന്റെ ഒരു നിലപാട്, ഇറാൻ സൈന്യം തകർന്നു എന്ന തന്റെ മുൻ അവകാശവാദങ്ങളിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നു. വിമാനം വെടിവെച്ചിട്ടത് സമാധാന ചർച്ചകളെ ബാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കാണാതായ സൈനികരെ ഇറാൻ പിടികൂടിയാൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. അമേരിക്കൻ വ്യോമസേനയ്ക്ക് ആകാശത്ത് പൂർണ്ണ ആധിപത്യമല്ല എന്നതിന്റെ തെളിവാണ് ഈ സംഭവം എന്നാണ് ഡെമോക്രാറ്റിക് അംഗം ജാമിറ സ്കിൻ പറഞ്ഞിരിക്കുന്നത്. വെറുമൊരു ബോംബിംഗ് ക്യാമ്പയിൻ കൊണ്ട് ഇറാനിൽ ഭരണമാറ്റം സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തലും തള്ളി. 48 മണിക്കൂർ നേരത്തെ വെടിനിർത്തലിനായുള്ള അമേരിക്കയുടെ നിർദ്ദേശവും ഇറാൻ തള്ളിയിരിക്കുകയാണ്. സമഗ്രവും ശാശ്വതവുമായ പരിഹാരമില്ലാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. ഇതിനിടെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തുകയാണ്. ഇറാൻ US യുദ്ധത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയർന്ന പാകിസ്ഥാനിലും വൻ ജനകീയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പെട്രോൾ ലിറ്ററിനെ 485 രൂപയായി വർദ്ധിപ്പിച്ചത് പിന്നീട് പ്രതിഷേധത്തെ തുടർന്ന് 378 രൂപയായി കുറച്ചു. കൂടാതെ ഒരു മാസത്തേക്ക് പൊതുഗതാഗതം സൗജന്യമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള ചർച്ചകളെ ഇത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്നും ട്രംപ് ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 35 ദിവസമായി തുടരുന്ന യുദ്ധത്തിനിടെ ഇതാദ്യമായാണ് ഇപ്പോൾ അമേരിക്കൻ വിമാനങ്ങൾ വെടിവെച്ചിടുന്നത്. മുൻപും ഇത്തരത്തിൽ ആക്രമണം, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ പൂർണ്ണമായി തകർക്കുന്നത് ഇതാദ്യമായാണ്. മാത്രമല്ല പൈലറ്റിനെ കാണാതാവുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മാത്രം US സൈന്യത്തിലെ പരിക്കേറ്റവരുടെ എണ്ണം 365 ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 247 കരസേനാ അംഗങ്ങളും 63 നാവികരും 19 മറീനുകളും 36 വ്യോമസേനാംഗങ്ങളും ഉൾപ്പെടുന്നു. ഇതുവരെ 13 അമേരിക്കൻ സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക കണക്ക്. സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിയന്തര യോഗം വിളിച്ചു. വിമാനങ്ങൾ തകർക്കപ്പെട്ടത് ഇറാനുമായുള്ള ചർച്ചകളെ ബാധിക്കില്ലെന്നും നമ്മൾ യുദ്ധത്തിലാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ഇസ്രായേൽ സഹായത്തോടെ ഇറാനിലെ ഉരുക്ക് ഉൽപാദന കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും തകർത്തതായും ഇറാന്റെ ആയുധ നിർമ്മാണ ശേഷിയെ ഇത് സാരമായി ബാധിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. നിലവിൽ കുവൈറ്റിലെയും അബുദാബിയിലെയും എണ്ണ കമ്പനികൾക്ക് നേരെയും ഇറാൻ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇതോടെ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് എത്തുകയാണ്. കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും കരുത്തരായിട്ടുള്ള യുദ്ധമുഖങ്ങളിൽ എപ്പോഴും സജീവ പങ്കാളികളായിട്ടുള്ള 2 യുദ്ധവിമാനങ്ങളെയാണ് ഇപ്പോൾ ഇറാൻ വെടിവെച്ചിട്ട് വീഴ്ത്തിയിരിക്കുന്നത്.